ഇന്ന് നമുക്കൊരു 5 കേക്കുകൾ ഡെക്കറേറ്റൊക്കെ ചെയ്ത് അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുത്താലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു 5 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. മിക്ക കേക്കുകളും തന്നെ ഫോണ്ടന്റ് വർക്ക്സ് കൂടുതലുള്ളതായിരുന്നു. അതിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു 2 ടയർ കേക്കായിരുന്നു കേട്ടോ. 2 കേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 കേക്കിന് ഓർഡർ മോർണിംഗിലാണ് കേട്ടോ കിട്ടിയത്. ബാക്കി 3ഉം തലേന്ന് തന്നെ നേരത്തെ കിട്ടിയതായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ഒരു 2 ടയർ മെർമെയ്ഡ് തീമിലുള്ള കേക്കായിരുന്നു. ഫോണ്ടൻ്റൊക്കെ ഞാൻ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്ത് കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ഒരു പ്രീ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. ഇതൊരു 1/2 kg കേക്കാണ് വരുന്നത്. കുട്ടിക്ക് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് കളറൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് കൂടുതൽ ഡെക്കറേഷൻസ് വെക്കാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ റെയിൻബോ, പിന്നെ കുറച്ച് സ്റ്റാർസ്, മൂണൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1/2 kg കേക്ക് ആയതുകൊണ്ട് നമുക്കൊരു കേക്കിൻ്റെ ടോപ്പിൽ ഒരുപാട് ഐറ്റംസ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും ഡെക്കറേഷനിൽ അത് ഒതുക്കിയിട്ടുണ്ട്. ഏതായാലും കസ്റ്റമർ നമ്മുടെ സമയത്തിന് തന്നെ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റി. കേക്ക് കൊണ്ടുപോയി കൊടുത്തത് ഒരു പുല്ലുവഴിയിലായിരുന്നു കേട്ടോ. നെക്സ്റ്റ് കേക്ക് നമുക്ക് കസ്റ്റമർ എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു 1.5 kg വെയിറ്റിൽ വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോഡൽ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു മോഡൽ ഞാൻ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള കേക്കും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ടോപ്പിൽ വരുന്നത് 1/2 kg കേക്കായിരുന്നു കേട്ടോ. താഴത്തെ ടയർ 7 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്ത് 1 kg കേക്കായിരുന്നു. അപ്പോൾ ഡെക്കറേഷനും എനിക്കിഷ്ടമുള്ള പോലെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കളറെല്ലാം എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതായിരുന്നു കേട്ടോ. ഈ കേക്ക് ഉച്ചയായപ്പോഴേക്കും ആൾ എടുക്കാൻ വന്നു. കേക്ക് നല്ല സേഫായിട്ട് തന്നെ അവർ കൊണ്ടുപോവുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് ഉള്ളത് ഡെലിവറി ചെയ്യാനുള്ള കേക്കൊന്നുമില്ല. എൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ ഇതൊരു 2 kg വെയിറ്റിൽ വരുന്ന കേക്കാണ്. 5 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ കാലമായി ഇതേപോലെ ഒരു വലിയ റെയിൻബോ വെച്ചിട്ടുള്ള കേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിന് വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ അത് നടക്കുമെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളുടെ ബർത്ത്ഡേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ച ഡിസൈനും കൂടിയായിരുന്നു കേട്ടോ. ടോപ്പിൽ കുറച്ച് ഫോക്സ് ബോൾസ്, താഴെ ഒരു ചെറിയ റെയിൻബോ, പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് ഒരു വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ക്ലാരിറ്റി തീരെ പോരാ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. മോർണിംഗിലാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് രാവിലെ എടുത്ത ഫോട്ടോ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് തലേ ദിവസം തന്നെ നമുക്ക് ഒരു ബ്രൈഡ് ടു ബി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് വേഫർ പേപ്പർ ആയിരുന്നു. ഭയങ്കര ഈച്ച ശല്യം ഉള്ളതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ടോപ്പിൽ ഈച്ച വന്നിരുന്നതുകൊണ്ട് കേക്കിൻ്റെ ടോപ്പിലെ ക്രീമൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് മാറ്റി വേറെ ബേസിൽ വെച്ചിട്ടാണ് കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ എല്ലാ കേക്കുകളിലേക്കും വേണ്ടിയിട്ടുള്ള ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ഞാൻ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളെ ഞാൻ കേക്കിൻ്റെ വർക്കുള്ളത് കൊണ്ട് തന്നെ തലേ ദിവസം തന്നെ എൻ്റെ വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഫുള്ളെടുത്തു ഫോണ്ടൻറ്റിൻ്റെ പണികളൊക്കെ തീർക്കാനായിട്ട്. പിന്നെ ഈ കേക്കുകളെല്ലാം തന്നെ ഒരു കേക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.